എല്ലാവർക്കും COB മീഡിയയുടെ വാക്യത്തിന്റെ പൊരുൾ എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബൈബിൾ പഠനത്തിന്റെ ഭാഗമായി കൂടിയിരിക്കുകയായിരുന്നു. അതിൽ ലീഡർ ആയിട്ടുള്ള വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഒരു വേദഭാഗം വായിക്കുകയും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് ചോദിക്കുകയുണ്ടായി. തുടർന്ന് വ്യത്യസ്തമായതും വൈവിധ്യമാർന്നതും പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് ഓരോരുത്തരും നൽകിയത്. തുടർന്ന് ബൈബിൾ സമ്പന്നമാണെന്നും അത് വായിക്കുന്ന ഓരോരുത്തരോടും ഇടപെടുന്നത് വ്യത്യസ്തമായ രീതികളാണെന്നും പറഞ്ഞ് അവർ ആ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് ശരിയാണോ? ബൈബിളിലെ വേദവാക്യങ്ങൾ അങ്ങനെ വായിക്കുന്നവർക്ക് അവരുടേതായ അർത്ഥങ്ങൾ കൊടുക്കുവാൻ സാധിക്കുമോ? മറിച്ച് എഴുത്തുകാരിലൂടെ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പഠിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് വായിക്കുന്നവരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്നതും കുറെ നാളുകളായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതുമായ കുറച്ച് വാക്യങ്ങളും അതിൻ്റെ പൊരുളുകളുമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഈ വാക്യം എഴുതിയതിൻ്റെ പശ്ചാത്തലമൊന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാമോ? വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണത്. പഴയ നിയമത്തിൽ ധാരാളം സമ്പന്നതയെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്യങ്ങൾ ഉണ്ടെങ്കിലും പുതിയ നിയമത്തിൽ അത് നമ്മൾ അധികം കാണുന്നില്ല. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ മഹത്വത്തോടെ പൂർണ്ണമായി തീർത്തു തരും. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം. റോമിലെ വീട്ടുതടങ്കലിൽ പൗലോസ് കിടക്കുമ്പോൾ എഴുതിയ ലേഖനമാണ്. പൗലോസ് സ്വതന്ത്രനായിരിക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളുണ്ട്, ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളുമുണ്ട്. ജയിലിൽ ആദ്യം കിടക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം എന്നിവ. എന്നാൽ തന്നെ ഏറ്റവും ഒടുവിൽ ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനം 2 തിമോത്തിയോസാണ്. അത് പൗലോസിൻ്റെ ഫൈനൽ ജയിലാണ്. ഈ കാരാഗ്രഹവാസകാലത്ത് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെ പ്രസന്റ് എപ്പിസ്റ്റൽസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അതിലൊന്നാണ് ഫിലിപ്പിയ ലേഖനം. എന്താണ് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം? ഫിലിപ്പിയ എന്ന സ്ഥലം വടക്കൻ ഗ്രീസിൻ്റെ തലസ്ഥാനമായ നഗരമാണ്. വടക്കൻ ഗ്രീസിനെ മാസിഡോണിയ അല്ലെങ്കിൽ മക്കദോനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മക്കദോനിയയിലെ പ്രധാനപ്പെട്ട സ്ഥലമായ ഫിലിപ്പിയിൽ പൗലോസ് യൂറോപ്പിൽ ചെന്നപ്പോൾ ആദ്യം സ്ഥാപിച്ച സഭയാണ്. ഫിലിപ്പിയിൽ താൻ ചെന്ന അവസരത്തിലാണ് രക്താംബരം വയ്ക്കുന്ന ലുദിയക്കാരിയായ സഹോദരി രക്ഷയിലേക്ക് വരുന്നതും അവിടെ അവളുടെ വീട്ടിലൊരു കൂട്ടായ്മ ആരംഭിക്കുന്നു. അപ്പോഴാണ് താൻ ജയിലിലകപ്പെട്ട സമയത്ത് ഇവർക്ക് ലേഖനം എഴുതാനൊരു കാരണമുണ്ട്. അത് 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഇവിടെ വായിക്കുന്നു. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി.
ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്നിട്ട് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തത്. എന്താണ് ഈ സഭകളുടെ പ്രത്യേകത? പൗലോസ് യൂറോപ്പിൽ ആദ്യം പ്രവർത്തിക്കുന്നത് വടക്കൻ ഗ്രീസിലാണ്. വടക്കൻ ഗ്രീസിലുള്ള ഈ സഭകൾക്കൊരു പ്രത്യേകതയുണ്ട്. പൗലോസിന്റെ മിഷണറി വേലയിൽ പലപ്പോഴും പൗലോസിനെ സഹായിച്ചിട്ടുള്ളത് ഇവരാണ്. ഇവരെങ്ങനെയാണ് സഹായിച്ചത്? സമ്പത്തിൻ്റെ ആധിക്യത്തിലല്ല, മറിച്ച് മഹാദാരിദ്ര്യത്തിലാണ് ഇവരെ സഹായിച്ചത്. അതാണ് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അത് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഞാൻ ആ ഭാഗവും വായിക്കുന്നു. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞങ്ങൾ സാക്ഷി. അപ്പോൾ എന്താണ് മക്കതോന്യ സഭകളുടെ പ്രത്യേകത? അവർ സമ്പന്നരായിരുന്നില്ല, എങ്കിലും മറ്റ് സഭകളെ സഹായിക്കുവാനും പൗലോസിനെ സഹായിക്കാനും അവരുടെ ദാരിദ്ര്യത്തിനിടയിലും അവർ മനസ്സ് കാണിച്ചു. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കണ്ടത്. നിങ്ങൾ എൻ്റെ വരവ് ചിലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങൾ കർത്തൃവേലയിൽ എന്നെ സഹായിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായി. എന്നിട്ട് പറയുന്നു, എൻ്റെ ദൈവമോ ഈ ബുദ്ധിമുട്ടിനിടയിൽ എന്നെ സഹായിച്ച നിങ്ങളുടെ വലിയ മനസ്സ് കണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. ഇതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതൊരിക്കലും ബുദ്ധിമുട്ട് തീർത്തു തരുമെന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ഇമ്മീഡിയറ്റ് നീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവന് ആവശ്യങ്ങളുമുണ്ട്. ഇമ്മീഡിയറ്റ് നീഡ്സ് എന്ന് പറയുന്നത് വെളിച്ചവും ഉച്ഛ്വാസവായുവും വെള്ളവും ഒക്കെയാണ്. അത് ദൈവം നൽകുന്നത് പ്രാർത്ഥനയുടെ മറുപടിയായിട്ടല്ല, നമ്മുടെ ആരുടെയും പ്രാർത്ഥനയുടെ മറുപടിയായിട്ടല്ല സൂര്യൻ ഉദിക്കുന്നത്. നമ്മളാരും പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത്. നമ്മളാരും ഈ ഭൂമിയിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടി വരുന്നില്ല. എന്നാൽ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. ആവശ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒന്നല്ല, ഒരുപോലെയുമല്ല. കുടുംബാംഗങ്ങളുടെ എണ്ണം, അവരുടെ അവസ്ഥ, അവരുടെ തൊഴിൽ, ഉപജീവന മാർഗം, ഇവയെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ ആവശ്യങ്ങൾക്കപ്പുറത്തൊരു കാര്യമുണ്ട്. അതിനെയാണ് നമ്മൾ ആഡംബരം എന്ന് വിളിക്കുന്നത്. ആഡംബരം വേദപുസ്തകം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. ഓരോ ആഡംബരവും നമ്മൾ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ്റെ ഇതിൽ നിന്ന് നമ്മളാണ് പിടിച്ചു പറ്റുന്നത്. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമായിട്ടാണ് വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത്.
അത് യോഹന്നാന്റെ ലേഖനത്തിലുണ്ട്. ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അവൻ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആവശ്യക്കാരന് ആവശ്യത്തിനുള്ളത് ലഭിക്കാതിരിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ മനസ്സലിയും. അപ്പോൾ ഇവന് കൂട്ടിവെക്കാൻ നിവൃത്തിയില്ല, ഇവന് ലക്ഷറി ലൈഫ് നയിക്കാൻ നിവൃത്തിയില്ല. കാരണം നീഡി പേഴ്സൺസ് അവൻ്റെ ചുറ്റുപാടുകളിലുണ്ട്, അവൻ്റെ കൂട്ടായ്മയിലുണ്ട്, സുവിശേഷ വേലയുടെ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ എക്സ്ട്രാ അധികമായി വരുന്നത് കൂട്ടിവെക്കാതെ ആവശ്യക്കാരനിലേക്ക് ഒഴുക്കുകയാണ് പുതിയ നിയമവിശ്വാസിയുടെ ദൗത്യം. അതുകൊണ്ട് ഈ വാക്യം അതിസമ്പന്നതയിലേക്ക് പോകാനുള്ള നമ്മുടെ മോഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുമെന്നല്ല. അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കുറ്റകരമാണ്. കാരണം എപ്പോഴും നമ്മുടെ കർത്താവ് സമ്പന്നരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നതിനെ കാൾ പ്രയാസമാണ്. അങ്ങനൊരു പ്രതിസന്ധിയുള്ളപ്പോൾ എങ്ങനെയാണ് അയാൾക്ക് കൂട്ടിവെച്ച് സമ്പന്നനാകാനാവുക? അത് ഒരു കാരണവശാലും നമ്മുടെ കർത്താവ് പഠിപ്പിച്ച കാര്യത്തിന് വിരുദ്ധമാണ്. അനുകൂലമായൊരു നിലപാടല്ല അത്. ശ്ലീഹന്മാരും ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. 1 തിമോഥെയോസ് 6-ാം അധ്യായം 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ ധനികനാകാനുള്ള മോഹം കെണികളിൽ അകപ്പെടുത്തുകയും വിശ്വാസത്തെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പൊ പൗലോസ് എന്തിനാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ ഈ വാക്യം പുതിയ വിശ്വാസിയുടെ ഇമ്മീഡിയറ്റ് നീഡ്സ്, ആവശ്യങ്ങൾ സാധിച്ചു തരും എന്നതിന് ഉത്തരം മാത്രമാണ്. ഫിലിപ്പിയിലുള്ള വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവിൻ്റെ വേലയിലും സഹോദര സഭകളുടെ ദാരിദ്ര്യത്തിലും ശ്രദ്ധയുള്ളവരായിരുന്നു, മനസ്സരിയുള്ളവരായിരുന്നു. ബുദ്ധിമുട്ടിലൂടെയും അവരത് ചെയ്തു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എൻ്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്ന, അത്യാവശ്യങ്ങളെ സഹായിക്കുന്ന, ആവശ്യങ്ങൾക്ക് വഴി തുറക്കുന്ന ഒരു ദൈവിക കരുതലിനെയാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിലും ആ തലത്തിലും നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിജയം. തെറ്റായ വ്യാഖ്യാനങ്ങളെ, തെറ്റായ പഠിപ്പിക്കലുകളെ ബോധപൂർവം തിരിച്ചറിയുകയുമാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമം പഠിപ്പിക്കുന്ന യഥാർത്ഥ സത്യത്തെയും യേശു കർത്താവ് പഠിപ്പിച്ചതിനെയും ബോധപൂർവം നമ്മൾ അറിയാതെ പോവുകയോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തീർച്ചയായും ഈ തിരുവചന ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ജീവിതം നയിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. ഇതുപോലെ തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാറുള്ള മറ്റൊരു വേദഭാഗം കൂടിയുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം കൂടി ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? ശരിയാണ്. പലപ്പോഴും വാക്യത്തിൻ്റെ കോണ്ടസ്റ്റ് നോക്കാതെ വ്യാഖ്യാനിക്കപ്പെടാറുള്ള ഒരു വാക്യം കൂടിയാണത്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? ഇസ്രായേൽ രാജാവായ ശലോമോന്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകന്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. അതിൽ വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും തെക്കേ രാജ്യം യഹൂദ്യ എന്നും അറിയപ്പെട്ടു.
വടക്കേ രാജ്യത്തെ അശൂർ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാർ പലപ്പോഴായി ആക്രമിക്കുകയും ഒടുവിൽ അവരെ മുഴുവൻ അടിമകളായി അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം തെക്കൻ രാജ്യമായ യഹൂദിയെ ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ആക്രമിക്കുകയാണ്. ഈ ആക്രമണകാലത്താണ് യിരെമ്യാവ് ജീവിച്ചിരുന്നത്. യിരെമ്യാവിൻ്റെ കാലത്ത് പല പ്രാവശ്യം ബാബിലോണിൽ നിന്നുള്ള ആക്രമണത്തെയും നിരോധനത്തെയും നേരിടേണ്ടി വന്നു. ആദ്യം ഒരുപറ്റം ആളുകളെ അടിമകളായി കൊണ്ടുപോയി, വീണ്ടും കുറെ പേരെ കൂടി അടിമകളായി കൊണ്ടുപോയി. ഇങ്ങനെ പല ഘട്ടങ്ങളിലാണ് ഇസ്രായേൽ ജനത അടിമത്വത്തിലേക്ക് പോയത്. ഈ അടിമത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യഹൂദിയിലുണ്ടായിരുന്ന പ്രവാചകന്മാർ ഇസ്രായേൽ ജനതയെ വ്യാജ പ്രവചനത്തിലൂടെ ചതിച്ചുകൊണ്ടിരുന്നു. പേടിക്കേണ്ട, ഒരിക്കലും ബാബിലോൺ രാജാവ് നമ്മെ കീഴ്പ്പെടുത്തുകയില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം അവരെ വിട്ടുപോയി എന്ന വാസ്തവത്തെ ജനത്തെ ബോധവൽക്കരിക്കുന്നതിന് പകരം ദൈവം കൂടെയുണ്ടെന്നുള്ള കപടമായ സന്ദേശം കൊണ്ട് ഇസ്രായേലിനെ അവ്യാജമായി ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. യിരെമ്യാ പ്രവചനത്തിലുടനീളം കാണുന്നു, അന്യദേവന്മാരെ ആരാധിക്കുവാൻ യഹൂദ ജനത തയ്യാറായപ്പോൾ ദൈവം അവരെ കൈവിട്ടു കളഞ്ഞു. യഹൂദിയിലുള്ള ഗോത്രങ്ങൾ ധരിച്ചത്, ഈ ദൈവാലയം ഞങ്ങൾക്കിടയിലുണ്ടല്ലോ, അപ്പോൾ ദൈവവുമുണ്ട്. മഹാനായ ശലോമോൻ പണിത മനോഹരമായ ദൈവാലയം ഇവിടെ ഉള്ളപ്പോൾ ദൈവത്തിന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെന്നും സുരക്ഷിതരായിരിക്കും, ദൈവം ഇവിടെ ഉണ്ട് എന്ന മിഥ്യാധാരണയിലായിരുന്നു യഹൂദിയിലെ ജനങ്ങൾ. പ്രവാചകന്മാർ പലരും പറഞ്ഞു ഒരിക്കലും അടിമത്വം ഉണ്ടാകുകയില്ല. നിർഭാഗ്യവശാൽ ഇസ്രായേൽ കുറെ ആളുകൾ അടിമകളായി കൊണ്ടുപോകപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാരിൽ ചിലർ എഴുന്നേറ്റ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളെ അവിടെ നിന്ന് താമസിയാതെ ദൈവം തിരിച്ചു വരുത്തും. എന്നാൽ അക്കാലത്ത് ജീവിച്ചിരുന്ന ജെറമ്യാവ്, അദ്ദേഹം പ്രവചിച്ചു, നിങ്ങൾ അവിടെ 70 കൊല്ലം പാർക്കേണ്ടി വരും. ഈ 70 കൊല്ലം അവിടെ പാർക്കേണ്ടി വരുന്നത് കൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ തിരിച്ചു പോരാൻ തയ്യാറെടുക്കേണ്ട. അവിടെ കൃഷി ചെയ്യണം, അവിടെ നിങ്ങളുടെ ജീവിതം സാധാരണ എന്ന പോലെ നയിക്കണം, ആ രാജ്യത്തെ ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കണം, കാരണം 3 തലമുറകൾ നിങ്ങൾ അവിടെ താമസിക്കേണ്ടി വരും. ഈ പ്രവചനത്തെ ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ ഒരു മടങ്ങിവരവുണ്ടാകുമെന്ന മറ്റ് വ്യാജ പ്രവാചകന്മാരുടെ വാക്കുകളാണ് ജനത കൂടുതൽ ശ്രദ്ധിച്ചത്. യിരെമ്യാവ് ഒരു രാജ്യദ്രോഹിയായി, ദേശദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു. കാരണം യിരെമ്യാവ് പറഞ്ഞ് നിങ്ങൾ ഉടനെ വരില്ല, അവിടെ താമസിക്കണം, അവിടെ ആ രാജ്യത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം, മാത്രമല്ല അവിടെ തന്നെ കൃഷി ചെയ്ത് നട്ടും നനച്ചും ജീവിക്കാൻ ശ്രമിക്കണം, ഉടനെ മടങ്ങി വരവുണ്ടാകുകയില്ല. അതിനോടുള്ള ജനത്തിൻ്റെ പ്രതികരണം അത് വിശ്വസിക്കാത്തവരെ പോലെയായിരുന്നു. അപ്പോൾ ഒരു ശുഭഭാവി ഉടനെ ഉണ്ടാകുമെന്ന ധാരണ യിരെമ്യാവ് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവരോട് പറയുന്നതാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പുതിയ നിയമവിശ്വാസികൾ ഈ വാക്യത്തെ എങ്ങനെയാണ് കാണേണ്ടത്? പുതിയ നിയമത്തിൽ ഈ വാക്യത്തെ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി പലരും വ്യാഖ്യാനിച്ചത് ഞാനും കേട്ടിട്ടുണ്ട്. ശരിയാണ്, അത് ആ വാക്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേലിനോട് യിരെമ്യാവ് പറഞ്ഞ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം വന്നിരിക്കുന്നത്.
പുതിയ നിയമത്തിലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യത്തിലെ ശുഭഭാവിയും അതുപോലെ തന്നെ അഭിവൃദ്ധിയും നന്മയും ഒക്കെ കടമെടുത്തുകൊണ്ട് കപടമായ ഒരു ആശ്വാസം ഉണ്ടാക്കുകയാണ്. ഈ കപടമായ ആശ്വാസം പുതിയ നിയമത്തിൻ്റെ പഠിപ്പിക്കലിന് വളരെ എതിരായ കാര്യമാണ്. കാരണം യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പുതിയ നിയമ വിശ്വാസിയുടെ ആയുസ് എന്ന് പറയുന്നത് കഷ്ടം നിറഞ്ഞ ഒരു ജീവിതമാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവിടെ എവിടെയാണ് ശുഭഭാവി ഉണ്ടാവുക? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് പോകുന്നൊരു കുഞ്ഞാട് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ പഴയ നിയമത്തിൽ ഒരു ദേശവും പഴയ നിയമത്തിലെ രാജ്യത്തിൻ്റെ നന്മയും അഭിവൃദ്ധിയും സ്വതന്ത്ര ഭരണവും എല്ലാം ദൈവം കൊടുത്ത ഇസ്രായേലിന് പുതിയ നിയമ വിശ്വാസിയുടെ ജീവിത സാഹചര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് നമ്മൾ. ഒരു പരദേശി തദ്ദേശീയരായ പൗരന്മാർക്കിടയിൽ അവരനുഭവിക്കുന്ന നന്മകൾ അനുഭവിക്കാത്ത ആളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ വിദേശികൾ വന്നു പോകാറുണ്ട്. ഇത്തരത്തിൽ അന്യനാട്ടിൽ നിന്ന് വരുന്നവർ ഈ നാട്ടിലെ തദ്ദേശീയരായ ആളുകളുടെ ഇടയിൽ അവരെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കില്ല. അപ്പൊ യിരെമ്യാവ് പറഞ്ഞ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഈ വാക്യത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അതങ്ങനല്ല, ഇപ്പോഴത്തെ വിശ്വാസികൾക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപടമായ ആശ്വസിപ്പിക്കലാണ്. അത് പുതിയ നിയമ വിശ്വാസിയെ തെറ്റായ ധാരണകളിലേക്കാണ് നയിക്കുക. ഇത് പുതിയ നിയമ വിശ്വാസിക്ക് ഒട്ടും തന്നെ ചേരുന്നതല്ല, അവർക്ക് അനുപേക്ഷണീയമായ ഒരു വാക്യമല്ല എന്നതാണ് പരമാർത്ഥം. വരും ദിവസങ്ങളിൽ മറ്റു കുറേ വാക്യങ്ങളും അതിൻ്റെ പൊരുളുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.